കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക സ്വാധീനം ഉണ്ടാക്കുന്ന പ്രതികരണമാണ് ഇന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും നടത്തിയത്. രണ്ടുപേരെ ഉന്നമിട്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ്. സതീശനെ ഇന്നലെ പൂത്ത തകരയെന്ന് വെള്ളാപ്പള്ളി വിമർശിച്ചപ്പോൾ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങരുതെന്ന് പറഞ്ഞ സതീശൻ NSSന്റെ തിണ്ണ നിരങ്ങിയിരുന്നു എന്നായിരുന്നു സുകുമാരൻ നായരുടെ ഓർമ്മപ്പെടുത്തൽ. ഇന്നലെയും ഇന്ന് രാവിലെയും കടുപ്പിച്ച് പ്രതികരിച്ച SNDP NSS സംയുക്ത നീക്കത്തിന് പിന്നാലെ സതീശൻ മയപ്പെട്ടതും നമ്മൾ ഇന്ന് കണ്ടു. സമുദായ നേതാക്കളെ കാണരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നും ഐക്യമുണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല കാര്യമെന്നുമായിരുന്നു പിന്നീടുള്ള VD സതീശന്റെ പ്രതികരണം. വർഗീയതയ്ക്കെതിരെ മാത്രമാണ് താൻ സംസാരിച്ചതെന്നും സതീശൻ പറഞ്ഞു. ആ 3 പ്രതികരണങ്ങളും നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ, ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. ഈ മാന്യൻ്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SNDP യോഗത്തിൽ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് വളരെ അല്ലാതെ തളർന്നിട്ടില്ല. പിളർക്കാൻ ശ്രമിച്ചവരെല്ലാം സ്വയം പിളർന്നു പോയതല്ലാതെ ഇത് പിളർത്താൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിൻ്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് അതിന് തിണ്ണയിരുന്ന് ഇറങ്ങിയില്ല. ഇവിടെ 1.5 മണിക്കൂർ ഓടി ഇരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു. ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീട് തോറും കയറി ഇറങ്ങി. എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ച് തിണ്ണ ഇറങ്ങരുതെന്ന് പറയുന്നത്. അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത്ര കണ്ട് അഹങ്കരിക്കരുത് ഒരു നേതാക്കന്മാരും. താഴ്മയാണ് എന്നുള്ളത് നല്ലതെന്ന് വിചാരിച്ചോണം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എനിക്കൊരു വിരോധമില്ലെന്ന്. അത് എന്നെ വിമർശിച്ചിരിക്കല്ലേ, എന്നെ വിമർശിച്ചിരിക്കല്ലേ. എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരൊക്കെ പ്രായമായ ആളുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ഒരാൾക്കെതിരെ മോശമായിട്ടുള്ളൊരു വാക്ക് പറയില്ല. എനിക്കെതിരായിട്ട് എന്തെല്ലാം മോശമായ വാക്കുകൾ എത്രയോ നേതാക്കൾ പറഞ്ഞു, എത്രയോ സമുദായ നേതാക്കൾ പറഞ്ഞു. എത്രയോ അദ്ദേഹം മോശമായ വാക്കൊന്നും എനിക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല. കേരളത്തിൽ കണ്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം തിളക്കമാർന്ന വിജയം നേടിയ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പാർലമെൻറ്റ് ഇലക്ഷനിലും ബൈ ഇലക്ഷനുകളിലും ലോക്കൽ ബോഡി ബൈ ഇലക്ഷനിലും ലോക്കൽ ബോഡി ജനറൽ ഇലക്ഷനിലും ഉൾപ്പെടെ തിളക്കമാർന്ന വിജയം നേടി ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് തെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ മനുഷ്യ സഹജമായ തെറ്റുണ്ടെങ്കിൽ തിരുത്തും. അതിനെന്താ കുഴപ്പം? രാഷ്ട്രീയ നേതാക്കൾ എന്താ ഇരുമ്പോലൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങുന്നത്. ഇനി നമുക്ക് ഈ വാർത്തയുടെ വിശകലനങ്ങളിലേക്ക് പോവുകയാണ്. വിശകലനങ്ങളുമായി ബിനിൽ ലീല സാബു നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ബിനിലെ ഗുഡ് ഈവനിങ്. ഇന്ന് കേട്ട 3 പ്രധാനപ്പെട്ട ഈ 2 വാർത്താ സമ്മേളനങ്ങളും ഒരു പ്രതികരണവും ഈ VD സതീശൻ ഇന്ന് 2 വട്ടം പ്രതികരിച്ചു. സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപും അതിനുശേഷവും 2 വട്ടം പ്രതികരിച്ചു. ആദ്യത്തേൽ കടുപ്പിച്ചെങ്കിൽ രണ്ടാമത്തേൽ കുറച്ച് മയപ്പെട്ടു. 2 സമുദായങ്ങൾ ഒന്നിക്കുകയാണ്. നേരത്തെ ഒന്നിച്ചു, അതിനുശേഷം പിന്നീട് ചില അസ്വാരസ്യങ്ങളെ തുടർന്ന് പിരിഞ്ഞു. വീണ്ടും ആ സമുദായങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ സംസ്ഥാനം എത്തി നിൽക്കെ വീണ്ടും ഒന്നിക്കുകയാണ്. ഈ 2 സമുദായങ്ങളും ഉന്നമിടുന്നത് ഒരേപോലെ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ്. ഒരാൾ ഇന്നലെ കുരുത്ത തകര എന്ന് പറയുമ്പോൾ മറ്റൊരാൾ സമുദായത്തിന്റെ പിന്തുണ വേണ്ടെന്ന് പറയുന്നയാൾ സമുദായത്തിന്റെ തിണ്ണ നിരങ്ങിയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. സമുദായത്തിന്റെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ് സിനഡിൽ പോയത്? നേതാക്കളെ അവിടെ പോയി സമുദായങ്ങളെ കാണാൻ പോയത് എന്തിനാണ് എന്ന ചോദ്യം ഉയർത്തുന്നു NSSന്റെ ജനറൽ സെക്രട്ടറി. അങ്ങനെ 2 സമുദായങ്ങൾ ഒന്നിക്കുമ്പോൾ VD സതീശനെ 2 പേരും ഒരേപോലെ ഉന്നമിടുമ്പോൾ ഈ ഒരു പൊളിറ്റിക്സിന്റെ പോക്ക് എങ്ങോട്ടാണ് ബിനിൽ? സേതു, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. അങ്ങനെ UDF അധികാരത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന ചോദ്യം ചോദിച്ചാൽ പ്രഥമ പരിഗണന അത് VD സതീശൻ തന്നെയാണ്. ഇവിടെ മറ്റൊരു ചരിത്രം കൂടി ഉണ്ടാവുകയാണ്. ഇവിടെ വീണ്ടും NSSഉം അതോടൊപ്പം തന്നെ SNDPയും ഒന്നിക്കുകയാണ്, ഐക്യപ്പെടാൻ പോവുകയാണ്. ആ ഘട്ടത്തിലും നഷ്ടമുണ്ടാകുന്നത് VD സതീശനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ വിമർശനമാണ് VD സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ച് വലിയ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വലിയ വാക്കുകൾ ഉപയോഗിച്ചത് വെള്ളാപ്പള്ളി ആണെങ്കിലും ആ
അവിടെ നിശ്ചിതമായി വിമർശിച്ചത് രാഷ്ട്രീയ വിമർശനം കടുപ്പിച്ചത് NSSന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പരാമർശമാണത്. സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിരങ്ങരുത്, ആ രീതിയിലൊരു പ്രതികരണം നേരത്തെ VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ അതിരൂക്ഷമായാണ് സുകുമാരൻ നായർ ഇന്ന് വിമർശിച്ചത്. ഇത്ര കണ്ട അഹങ്കാരം ഒരു നേതാക്കൾക്ക് പാടില്ല എന്ന് കടത്തി പറയുകയും ചെയ്തു NSSന്റെ ജനറൽ സെക്രട്ടറി. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ വന്ന, അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പറവൂരിൽ മത്സരിക്കുമ്പോൾ NSS ആസ്ഥാനത്തേക്ക് എത്തി 1.5 മണിക്കൂറാണ് കാത്തിരുന്നത്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് 1.5 മണിക്കൂർ ഞങ്ങളുടെ ആസ്ഥാനത്ത് വന്ന് ഇവിടുത്തെ തിണ്ണനിറങ്ങി എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അങ്ങനെയുള്ള ഒരാൾ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ഇത്തരത്തിൽ അതിനെ എതിർക്കുന്നു. മാത്രമല്ല ആ ഘട്ടത്തിൽ തന്നോട് സംസാരിച്ചപ്പോൾ താൻ പറഞ്ഞത് അവിടുത്തെ പറവൂരിലെ യൂണിയൻ സെക്രട്ടറിയെ വിളിച്ച് ഇദ്ദേഹത്തെ സതീശൻ സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഓരോ വീടും കയറിറങ്ങി വോട്ട് പിടിച്ചു. അങ്ങനെയാണ് സതീശൻ ജയിച്ചത്. എന്നിട്ട് പുറത്തേക്കിറങ്ങി ഇത്തരത്തിൽ തള്ളിപ്പറയുന്നു. അത് ശരിയായ നിലപാടില്ല. മാറി മാറി ഇങ്ങനെ വർത്തമാനം പറയുന്ന ആളുകളെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, സഭാ ആസ്ഥാനത്ത് പോയതാണ്. സ്ഥിരം നടക്കുന്ന സമയത്ത് സഭാ ആസ്ഥാനത്തേക്ക് സതീശൻ പോയിരുന്നു. അവിടെ പോയി ഈ തിരുമേനിയുമായിട്ട് കാല് പിടിക്കേണ്ടി വന്നില്ലേ എന്നും അത്തരം കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ VD സതീശനെ പറയുമ്പോൾ ചെന്നിത്തലയ്ക്ക് വേണ്ടി മുൻപ് ഇടപെട്ട കാര്യവും അദ്ദേഹം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ UDF ഭരണകാലത്ത് രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കാൻ ഇടപെട്ടു. ആ സമയത്ത് രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് പാർട്ടി തഴയുന്നു. ആ ഘട്ടത്തിലാണ് ഇടപെടൽ ഉണ്ടായെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല രമേശ് ചെന്നിത്തലയെ പോലെ അത്ര കണ്ട് പാരമ്പര്യമുള്ള ഒരു നേതാവ് ആ പാർട്ടിയിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ VD സതീശൻ എതിർക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ VD സതീശന്റെ എതിർചേരിക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. എന്തായാലും വെള്ളാപ്പള്ളി നടേശനും ആ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാട് പറഞ്ഞാലും ഈ രണ്ടാളുകളുടെയും, അതായത് സുകുമാരൻ നായരുടെ നിലപാട് BJPയും തള്ളിപ്പറയുന്നതായിരുന്നു. അതുകൊണ്ട് പിന്തുണ എന്തായാലും ഇടതുപക്ഷത്തിനാണ്. ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. വലിയ അവസാനം വരെ തന്നെയാണ് രണ്ട് സമുദായ നേതാക്കളും ഞങ്ങൾ സമദൂര നിലപാട് പറയുമ്പോഴും ആ സമദൂരം എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ